സോളും സൺഷയും ഒന്നിച്ച് ഫെറിസ് വീലിലേക്ക് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിനൊരു ഇളക്കമൊക്കെ വരുമ്പോഴത്തേക്കും സോള് വീഴുവാനായിട്ട് തുടങ്ങുകയും സൺഷ സോളിനെ പിടിക്കുകയും ചെയ്യുന്നു. അപ്പോഴായിരുന്നു സൺഷയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയൊക്കെ അവളും ശ്രദ്ധിക്കുന്നത്. പണ്ട് അവൾക്ക് നൽകിയിട്ടുണ്ടായിരുന്ന അതേ മാല തന്നെ ആയിരുന്നു ഇതും. അങ്ങനെ ഇരിക്കെ അവൾ വീണ്ടും വീഴുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും സൺഷയും അവളെ പിടിക്കുന്നു. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇവിടെ വെച്ച് മരിക്കുന്നതാണല്ലോ എന്നൊക്കെ സൺഷയും തമാശയായിട്ടൊക്കെ അവളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് പവർ സപ്ലൈയിൽ ഉണ്ടായ വ്യത്യാസം കൊണ്ട് തന്നെ ഫെറിസ് വീല് കുറച്ചു നേരത്തേക്കൊക്കെ പ്രവർത്തനം ഇല്ലാതാക്കുന്നതായിരിക്കുമെന്നൊക്കെ അതിന്റെ സ്റ്റാഫ്സ് തന്നെ അനൗൺസും ചെയ്യുന്നു. അങ്ങനെ കുറെ നേരമൊക്കെ കഴിയുമ്പോഴാകട്ടെ അവളും ഉറങ്ങുകയാണെന്നൊക്കെ ആയിരുന്നു സഞ്ജു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളെ തൊട്ടു നോക്കുമ്പോഴത്തേക്കും അവളെ വല്ലാതെ പനിക്കുന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഫെറിസ് വീലൊക്കെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് സഞ്ജയ് സോളിനെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. സഞ്ജയുടെ വീട്ടിൽ തന്നെ ആയിരുന്നു സോളും ഉണ്ടായിരുന്നത്. അവൾക്കും ഒരുപാട് തണുപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ടെന്ന് തോന്നുമ്പോഴത്തേക്കും അവനും ഒരു പുതപ്പ് കൂടി അവൾക്ക് പുതച്ചും കൊടുക്കുന്നു. സോളും അവന്റെ കയ്യിലൊക്കെ പിടിച്ച് സഞ്ജയെന്ന് വിളിച്ച് കരയുന്നതൊക്കെ അവനും ശ്രദ്ധിക്കുകയാണ്. അപ്പോഴായിരുന്നു അവൾക്കുള്ള മരുന്നുമായിട്ട് മാനേജറും ആ റൂമിലേക്കൊക്കെ കയറി ചെല്ലുന്നത്. സഞ്ജയുടെ കയ്യിലൊക്കെ ആയിരുന്നല്ലോ സോളും പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ കാണുമ്പോഴത്തേക്കും ഈ ഒരു നേരത്ത് നിന്റെ റൂമിൽ മറ്റൊരു പെൺകുട്ടിക്ക് ഉള്ളത് മറ്റാരെങ്കിലും കാണുകയാണെങ്കിൽ അവരും തെറ്റിദ്ധരിക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെ മാനേജർ ചോദിക്കുന്നു. പക്ഷേ നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളൂ എന്നൊക്കെ സഞ്ജ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് എക്ലിപ്സിന്റെ ബാക്കിയുള്ള മെമ്പേഴ്സും അവിടേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയ്ക്ക് അവനും കാണുന്നത്. നീ ഡേറ്റ് ചെയ്യുന്ന കാര്യം എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇതുവരെയായിട്ട് പറയാതൊക്കെ ഇരുന്നത്? അതുപോട്ടെ, ആരാണ് ആ പെൺകുട്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ബിയർ കുപ്പിയുമായിട്ട് അവർ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ സഞ്ജയും മാനേജറും കൂടി അവരെ എല്ലാവരെയും പുറത്താക്കുന്നു. കണ്ണു തുറക്കുന്ന സോളും സഞ്ജയുടെ വീട്ടിലാണ് ഉള്ളത് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ അവളും നേരെ ചെന്ന് സഞ്ജയ്ക്കിട്ടൊക്കെ ഇടിക്കുകയാണ്. ഞാൻ എന്താണ് ഇവിടെ ഉള്ളതെന്നൊക്കെ സോൾ ചോദിക്കുമ്പോഴാകട്ടെ സഞ്ജയും അടുത്തുള്ള സ്ഥലം എന്ന രീതിക്ക് സഞ്ജയുടെ വീട്ടിലേക്കൊക്കെ അവളെ കൂട്ടിക്കൊണ്ടു വന്നതാണെന്നും അവന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ അവളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുമൊക്കെ സഞ്ജയും അറിയിക്കുന്നു. രാത്രി മുതലേ സോൾ ഫുഡൊന്നും കഴിക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്നൊക്കെ സഞ്ജു അവളോട് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവളും ധൃതിയിൽ വീട്ടിലേക്കൊക്കെ പോകുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവളുടെ ചെരുപ്പ് അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാകട്ടെ അവളുടെ ചെരുപ്പൊക്കെ വാനിലാണുള്ളതെന്നും അതുപോലെ തന്നെ മാനേജർ വാനുമായിട്ട് പോയിരിക്കുകയാണെന്നും ഒരു 30 മിനിറ്റിനകം മാനേജർ തിരികെ എത്തുന്നതായിരിക്കുമെന്നും സഞ്ജയും പറയുന്നു. അതുകൊണ്ട് തന്നെ സോള് ഫുഡൊക്കെ കഴിക്കാമെന്ന് സമ്മതിക്കുന്നു. ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പായിട്ട് ചൂടുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഊതിയിട്ട് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് അവനും അവൾക്ക് ഫുഡൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇതിനു മുമ്പും ഇതേ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ അവനും തോന്നുകയാണ്. ഇത് വല്ലോ ദേജവുമായിരിക്കുമെന്നൊക്കെ അവനും വിചാരിക്കുന്നു. അവളും ആ ഒരു ഫുഡിന്റെ ഒക്കെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കരയുകയൊക്കെയാണ്. അങ്ങനെ ഇരിക്കെ അവൾക്ക് പനിയൊക്കെ മാറിയോ എന്ന് അവനും തൊട്ടു നോക്കുന്നു. നീ ആയിരുന്നോ ഈ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ സോൾ ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ ഡെലിവർ ചെയ്ത് വരുത്തിച്ചതാണെന്നുള്ള കാര്യമൊക്കെ സഞ്ജയും അറിയിക്കുന്നു. രാത്രിയിൽ നീ എന്താ ചെയ്തതെന്ന് നിനക്ക് വല്ല ഓർമ്മയും ഉണ്ടായിരുന്നോ എന്നൊക്കെ സഞ്ജയ് അവളോട് ചോദിക്കുമ്പോഴത്തേക്കും അവൾക്കും ഒരു കാര്യങ്ങളും ഓർമ്മയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് നടന്നതെന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴാകട്ടെ അതൊക്കെ നീ അറിയാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നൊക്കെ സഞ്ജയും പറയുന്നു. സഞ്ജയുടെ കഴുത്തിൽ കിടന്ന നെക്ലേസിനെ കുറിച്ച് കൂടി ചോദിക്കണമെന്നൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നെങ്കിലും അവളും അതിനെക്കുറിച്ച് ചോദിക്കാതൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ അവളെ അവൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന് പകരമായിട്ട് നീയും ജോലിയൊന്നും രാജിവെക്കാതെ ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. നിനക്കും സ്വന്തമായിട്ടൊരു സിനിമയൊക്കെ എടുക്കണമെന്നല്ലായിരുന്നു ആഗ്രഹം. അങ്ങനെയിരിക്കെ ആ ഒരു സ്വപ്നത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് എന്തിനാണ് ജോലിയൊക്കെ നിർത്തി പോകുന്നത്? നിന്റെ ആ ഒരു സ്വപ്നമൊക്കെ നിനക്ക് അത്രയ്ക്ക് ചെറുതാണോ എന്നൊക്കെ ആയിരുന്നു സഞ്ജയും അവളോട് ചോദിക്കുന്നത്. എനിക്കതല്ലാതെ മറ്റൊരു സ്വപ്നം കൂടിയുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ആള് ഒരുപാട് കാലം ഹെൽത്തി ആയിട്ട് തന്നെ ജീവിക്കണമെന്നതാണ് എന്റെ ആ ഒരു ആഗ്രഹം. പക്ഷെ അത് ആരാണെന്നൊന്നും ഞാൻ പറയുകയില്ല. ഞാൻ ജോലി നിർത്തി പോകുന്നതും അയാളും തമ്മിൽ ഒരു ബന്ധമൊക്കെ ഉണ്ടെന്നായിരുന്നു സോളും സഞ്ജുയോട് പറയുന്നത്. സഞ്ജയുടെ മാനേജറൊക്കെ വരുന്നതും കാത്ത് സോൾ നിൽക്കുമ്പോഴാകട്ടെ എന്നാൽ നമുക്ക് പോയേക്കാമെന്നൊക്കെ പറഞ്ഞ സഞ്ജയും അവിടെ ഉണ്ടായിരുന്ന ഷെൽഫിൽ നിന്നും അവൾക്ക് ചെരുപ്പൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. നിനക്ക് ബോധം വരുമ്പോൾ തന്നെ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പോകുമെന്നുള്ള കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നീ അറിയാതെ ഈ ഒരു ചെരുപ്പൊക്കെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് സഞ്ജു പറയുന്നത്. സഞ്ജു താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയതിനു ശേഷം യങ്സുവിന്റെ രൂപരേഖയൊക്കെ കാണിച്ചതിന് ശേഷം ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അവിടുത്തെ സെക്യൂരിറ്റീസിന്റെ അടുത്ത് ചോദിക്കൊക്കെ ആയിരുന്നു ടൈസങ്ങും. അവരെങ്ങനെ പരസ്പരം കാണുമ്പോഴത്തേക്കും നീയും സഞ്ജയും എന്താണ് ഇവിടെ ഒന്നിച്ചു നിൽക്കുന്നതെന്നൊക്കെ ടൈസങ്ങും ചോദിക്കുന്നു. സഞ്ജയ് എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയുടെ ഒപ്പം ഉള്ളതെന്നൊക്കെ പലരും സംശയിക്കുമ്പോഴത്തേക്കും ഞാനും ഇന്ന് രാവിലെ ആയിരുന്നു സഞ്ജനെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്റെ അടുത്ത സിനിമയിൽ ഇവനാണ് നായകനായിട്ട് അഭിനയിക്കുവാനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് സോളും നിങ്ങൾ ആരും ഞങ്ങളെ ഒരു രീതിയിലും തെറ്റിദ്ധരിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ വിളിച്ചു പറയുകയാണ്. എന്തായാലും അവിടെ വെച്ച് സോളിനെ കണ്ടതുകൊണ്ട് തന്നെ ടൈസങ്ങും സോളിനെ വീട്ടിൽ കൊണ്ടേ ആക്കാമെന്നൊക്കെ പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു.
ഇതിനു മുമ്പും രാത്രി സോളിനെയും ടൈസിങ്ങിനെയും ഒന്നിച്ചു കണ്ടതിനെ കുറിച്ചൊക്കെ സഞ്ജയും ഓർക്കുകയാണ്. അവളും അവൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞതല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് അവൾ സ്നേഹിക്കുന്ന ആളെ ഹെൽത്തി ആയിട്ട് ഒരുപാട് കാലം ജീവിക്കണമെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. ഇതൊന്നും കൂടാതെ രാത്രിയിൽ ഉറങ്ങിയ സമയത്ത് പോലും എന്റെ പേര് പറഞ്ഞ് അവൾ കരഞ്ഞിട്ടൊക്കെ ഇല്ലായിരുന്നു. അതിനിടയ്ക്ക് ടൈസിങ് ഇത് എവിടുന്ന് വന്നു എന്നൊക്കെയാണ് സംശയം ഓർക്കുന്നത്. അപ്പോഴായിരുന്നു അവളും മരുന്നൊന്നും എടുത്തോണ്ട് പോയിട്ടില്ല എന്ന കാര്യം അവനും ശ്രദ്ധിക്കുന്നത്. പിസയൊക്കെ കഴിക്കുന്നതിനിടയ്ക്കാകട്ടെ അതിന്റെ നടുഭാഗം മാത്രം കഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം തന്നെ മിച്ചം വെക്കുകയാണ് ഹ്യുൻജുവും ചേട്ടനും. ഇത്രയും കാലം വളരെ പാവങ്ങളായിട്ടല്ലേ നമ്മൾ ജീവിച്ചത്. ഇനി മുതൽ വിഐപിസിനെ പോലെയാണ് നമ്മൾ ജീവിക്കാനായിട്ട് പോകുന്നതെന്നാണ് ചേട്ടൻ പറയുന്നത്. ഹ്യുൻജുവും അതിനെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിസയുടെ നടുഭാഗം മാത്രം ഇനി കഴിക്കാം. പാൻകേക്കിന്റെ ഏറ്റവും ക്രിസ്പി ആയിട്ടുള്ള സൈഡ് ഭാഗം മാത്രം നമുക്ക് കഴിക്കാം. സ്ട്രോബെറിയും വാട്ടർമെലനും ഒക്കെ കഴിക്കുന്ന സമയത്താകട്ടെ നമുക്കതിന്റെ റെഡ് ആയിട്ടുള്ള ഭാഗം മാത്രം കഴിച്ചാൽ മതി എന്നൊക്കെ ചേട്ടന്റെ അടുത്തും പറയുന്നു. രണ്ടെണ്ണത്തിനും വട്ടായെന്നൊക്കെയാണ് അമ്മ വിചാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് നമ്മൾ ലോട്ടറി ഒക്കെ മേടിച്ചിട്ട് 1 വർഷം ആകാറായിട്ടില്ലേ. എന്തായാലും പെട്ടെന്ന് തന്നെ പോയി പണമൊക്കെ കളക്ട് ചെയ്യാം. അല്ല എങ്കിൽ നമുക്കും ആ ഒരു അവസരമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കുമെന്നൊക്കെ ഹ്യുൻജുവും ചേട്ടനോട് പറയുന്നത്. സോൾ തിരിച്ച് ഓഫീസിലേക്കൊക്കെ എത്തുമ്പോഴാകട്ടെ ബോസും കരയൊക്കെയാണ്. അതായത് സോൾ ബോസിനെയാണ് റോൾ മോഡൽ ആക്കിയിട്ടുള്ളതെന്നൊക്കെ ബോസിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ മുതൽ ബോസും അവളെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ പിൻവലിച്ച് വീണ്ടും ജോലിക്ക് കയറണമെന്നൊക്കെ ബോസ് പറയുമ്പോഴത്തേക്കും എനിക്ക് പകരമായിട്ട് ഒരാളെ കണ്ടെത്തുന്നത് വരെ ഞാനും ജോലിയിൽ തുടരുന്നതായിരിക്കുമെന്നാണ് സോളും പറയുന്നത്. യങ്സുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ടൈസണും ടീമും ഉള്ളത്. യങ്സുവിന്റെ വണ്ടിയൊക്കെ ഒരു വശത്തോടെ പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ അവർക്ക് CCTV വഴി കിട്ടിയിട്ടുണ്ട്. പക്ഷേ വണ്ടിയുടെ ലൈസൻസ് പ്ലേറ്റിന്റെ നമ്പർ ഒന്നും തന്നെ അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് ആ ഒരു വണ്ടിയുടെ തൊട്ടടുത്തൂടെ മറ്റൊരു വണ്ടിയൊക്കെ പോകുന്നതും അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ഒരു വണ്ടിയുടെ ഓണർ ആകട്ടെ സഞ്ജയാണ്. സഞ്ജയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോയ വണ്ടിയെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുമായിരിക്കുമെന്നാണ് പോലീസും ടൈസിങ്ങിന്റെ അടുത്ത് പറയുന്നത്. ഇപ്പോൾ പബ്ലിക് ബാത്തിലൊക്കെ വിശ്രമിക്കാനായിട്ട് പോയിരിക്കുകയാണ് അമ്മയും മുത്തശ്ശിയും ചേട്ടന്റെ കുഞ്ഞും. അങ്ങനെ അവർ അവിടെ ഇരിക്കുന്ന സമയത്താകട്ടെ അവരുടെ അടുത്ത് കിടന്നിട്ടുണ്ടായിരുന്ന സഞ്ജയുടെ അച്ഛന് വളരെ ഉച്ചത്തിലൊക്കെ കൂർക്കം വലിക്കുകയായിരുന്നു. അമ്മയും അത്രയ്ക്ക് ഒച്ചത്തിൽ കൂർക്കം വലിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതുകൊണ്ടൊന്നും തന്നെ സഞ്ജയുടെ അച്ഛൻ എണീക്കുന്നു കൂടിയില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശിയും അച്ഛന്റെ തലക്കെട്ടൊരു കൊട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും വേദന എടുത്തിട്ടുണ്ടായിരുന്ന അച്ഛനും ഞെട്ടി എണീക്കുന്നു. എണീറ്റ് കഴിയുന്ന അച്ഛനും മുത്തശ്ശിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അമ്മേനെ നോക്കിയതിനു ശേഷം നിങ്ങൾ പണ്ടത്തെ ആ ഒരു ടേപ്പ് കണ്ണയുടെ ഓണർ അല്ല എന്നൊക്കെ ചോദിക്കുകയാണ്. സഞ്ജയും സോള എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു മരുന്നുകളൊക്കെ നോക്കി ഇരിക്കുന്നത് മാനേജറും ശ്രദ്ധിക്കുകയാണ്. ഇതൊക്കെ ആന്റിബയോട്ടിക്സ് ആണ്, ഇതൊക്കെ കൃത്യസമയത്ത് കഴിക്കണം, അതൊന്നും ഇടയ്ക്ക് അങ്ങനെ നിർത്തുവാനായിട്ട് പാടില്ല, അതൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെയാണ് സഞ്ജയും പറയുന്നത്. ഇതൊന്നും അത്രയ്ക്ക് വലിയ കാര്യമല്ല എന്നൊക്കെ മാനേജർ പറയുന്നുണ്ടെങ്കിലും ഇത് വലിയൊരു പ്രശ്നമാണ്, ഞാൻ എന്തായാലും ഇതൊക്കെ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് സഞ്ജയം അതൊക്കെ എടുക്കുന്നു. മാനേജറും ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ടി ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നീ ചെയ്യുന്നത് എനിക്ക് സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നീയും കൃത്യസമയത്ത് മാത്രം പണിയെടുത്താൽ മതി എന്നൊക്കെ സണിച്ച് പറയുമ്പോഴത്തേക്കും ഇതിനു മുമ്പും ഇതുപോലത്തെ പല ജോലികളും ഞാൻ ചെയ്തിട്ടൊക്കെയില്ലേ, പിന്നെ ഇതുവരെയായിട്ടും വർക്കൊന്നും നിർത്തി പോകുവാനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്നൊക്കെ മാനേജർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കാര്യമാക്കാതെ സണിച്ചയും മരുന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. അമ്മയും അച്ഛനും ഇപ്പോൾ കുറെ നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് സണിച്ച് 10 നിലയുള്ള ഒരു കെട്ടിടമൊക്കെ മേടിച്ചു എന്ന് ഞാനൊരു ആർട്ടിക്കിളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ സത്യമാണോ എന്നൊക്കെ അമ്മയും അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഓ, അതൊക്കെ ആ മീഡിയക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ, ആ ഒരു സ്ഥലത്തൊന്നും ആയിരുന്നില്ല, അവൻ മറ്റൊരു സ്ഥലത്തായിരുന്നു ബിൽഡിംഗ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ അതിന് 10 നിലയൊന്നുമില്ല, 6 നില മാത്രമേ ഉള്ളൂ, പിന്നെ ബേസ്മെന്റിൽ ഒരു 4 നിലയുണ്ട്, നമ്മളൊക്കെ എന്തിനാണ് ബേസ്മെന്റിലെ നിലയൊക്കെ എണ്ണുവാനായിട്ട് പോകുന്നതെന്നായിരുന്നു അച്ഛനും ചോദിക്കുന്നത്. സൺഷിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും അമ്മയും എനിക്കും ഒരു പെൺകുട്ടീനൊക്കെ അറിയാം, അവളും കാണുവാൻ സുന്ദരിയാണ്, വളരെ പാവമാണ്, മാത്രമല്ല അവള് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ അച്ഛന്റെ അടുത്തും പറയുന്നു. അമ്മയും സ്വന്തം മകളെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അച്ഛനാകട്ടെ അവളെ ഞാൻ പണ്ട് കണ്ടതിന്റെ ഓർമ്മയൊക്കെ ഉണ്ട്, അത്രയ്ക്ക് സുന്ദരമൊന്നും അല്ല അവൾ, പിന്നെ അവളും അതിലേയും ഇതിലേയും ഓടിച്ചാടിയൊക്കെ നടക്കുന്ന ഒരു സ്വഭാവം ഉള്ളതല്ലേ, എന്റെ മകന് ഒരിക്കലും അങ്ങനത്തെ ആൾക്കാരൊന്നും ഇഷ്ടപ്പെടുകയില്ല, അവന് വളരെ വലിയ സ്റ്റാൻഡേർഡ് ഒക്കെയാണ് ഉള്ളത്. ടോപ്പ് ലെവലിലുള്ള നടിമാരുടെ കൂടെയാണ് എന്റെ മകൻ അഭിനയിച്ചിട്ടൊക്കെ ഉള്ളത്, പക്ഷെ അവരോടൊന്നും തന്നെ അവന് സ്നേഹം തോന്നിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിലും സ്റ്റാൻഡേർഡ് ഉള്ള പെൺകുട്ടിനെ മാത്രമേ എന്റെ മകൻ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് അച്ഛനും പറയുന്നു. അച്ഛനും സോളിനെ കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതൊന്നും കണ്ടിട്ട് സഹിക്കാത്ത അമ്മയും അച്ഛനിട്ടൊരു തള്ളൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് അവിടെ നിന്നും പോകുന്നത്.
സോളിനോട് എന്ത് പറഞ്ഞാണ് മരുന്നൊക്കെ കൊടുക്കുക എന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് നോക്കുകയായിരുന്നു സംശയം. അങ്ങനെ ഇരിക്കെയാണ് അതിലെ സോൾ ഒരു കുഞ്ഞുമായിട്ടൊക്കെ പോകുന്നത് കാണുന്നത്. ഇത് സോളിന്റെ കുഞ്ഞാണോ എന്നൊക്കെ വിചാരിച്ച് അവനും പിന്നാലെയൊക്കെ പോകുന്നുണ്ടെങ്കിലും സോളും ആന്റി എന്ന രീതിയിലൊക്കെ സ്വയം അഭിസംബോധനയൊക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോഴത്തേക്കുമാണ് അവനും ഒരു സമാധാനമാകുന്നത്. കുഞ്ഞുറങ്ങുവാനായിട്ട് സോളും ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുന്നു. പക്ഷെ അതൊന്നും കേട്ടിട്ട് കുഞ്ഞ് ഉറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. സഞ്ജയും മുന്നോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പിയിലൊക്കെ ചവിട്ടുകയും അതിന്റെ ശബ്ദമൊക്കെ സോള് കേൾക്കുകയും ചെയ്യുന്നു. സോളും ആരാണ് അതേന്നൊക്കെ നോക്കി വരുന്നുണ്ടെങ്കിലും ആളെ കാണാത്തത് കൊണ്ട് തന്നെ പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു പെട്ടെന്ന് അവന്റെ ഫോണൊക്കെ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നത്. അവനും ഒരു റൈഡിനൊക്കെ മുകളിൽ കയറിയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ധൃതിയിൽ ഫോൺ എടുക്കുമ്പോഴത്തേക്കും ആ ഫോണും നിലത്തേക്കൊക്കെ വീഴുന്നു. സോളും നിങ്ങളുടെ ഫോൺ അടിക്കുന്നുണ്ടെന്നൊക്കെ അവനോട് വിളിച്ച് പറയുമ്പോഴാകട്ടെ, നീ പൊക്കോ, ഞാൻ ഫോണൊക്കെ എടുത്തോളാമെന്ന് മറ്റൊരു ശബ്ദത്തിലൊക്കെ സഞ്ജയും പറയുകയാണ്. സോളം പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കുമായിരുന്നു ഇൻഫോക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പേരൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ സോളം ഫോൺ എടുത്ത് അതൊക്കെ സ്പീക്കറിൽ ഇടുന്നു. ഇൻഫുക്കും സഞ്ജയ് എന്നൊക്കെ ഒരുപാട് തവണ വിളിച്ചു പോകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ആളെ സഞ്ജയാണെന്നുള്ള കാര്യം സോള് തന്നെ തിരിച്ചറിഞ്ഞു എന്ന കാര്യം സഞ്ജയ് മനസ്സിലാക്കുകയാണ്. ഞാൻ വലിയൊരു സെലിബ്രിറ്റിയൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ കയറുവാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു രാത്രി ഒളിച്ചും പാത്തുമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ് സഞ്ജയും സോളിനോട് പറയുന്നത്. എന്നാൽ നീയും ഇതിലൊക്കെ കയറിക്കോ എന്ന് പറഞ്ഞ് സോൾ പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും സഞ്ജയും ഈ ഒരു മരുന്നൊക്കെ തരുവാനായിട്ടായിരുന്നു ഞാനും എത്തിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന മരുന്നൊക്കെ അവൾക്ക് നൽകുകയാണ്. നിനക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നതല്ലേ, ഈ ഒരു തണുപ്പത്ത് എന്ത് ചെയ്യുകയാണെന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴത്തേക്ക് കുഞ്ഞിന് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ ഉറങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ സോളും മറുപടി കൊടുക്കുന്നു. പക്ഷേ സോളും കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ എടുക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും നിനക്കെന്താ കുട്ടികളൊന്നും എടുക്കുവാനായിട്ട് അറിയിക്കയില്ലേ, ഇങ്ങനെയൊന്നുമല്ല ഇവരെ ഉറക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് സഞ്ജയും ആ ഒരു കുഞ്ഞിനൊക്കെ വാങ്ങിപ്പിടിച്ച് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പിടിക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷെ പെട്ടെന്നായിരുന്നു ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ കുഞ്ഞും ഛർദ്ദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതും സഞ്ജയുടെ ഡ്രസ്സിൽ മൊത്തം ആകുന്നു. പിന്നീട് കുഞ്ഞ് കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ട്. സഞ്ജയും ഇപ്പോൾ സോളിന്റെ വീട്ടിലെത്തി കുളിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ബോഡി വാഷിന്റെ കുപ്പിയൊക്കെ താഴേക്ക് വീഴുന്നത് കാണുമ്പോഴത്തേക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവനും ആ ഒരു ബോഡി വാഷ് ഒക്കെ തീർത്തല്ലോ എന്ന് സോളും ഓർക്കുന്നു. സഞ്ജയും ഷർട്ട് ഇടാതെ ആയിരുന്നു പുറത്തേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അവന്റെ ഷർട്ട് മൊത്തം ചീത്തയായെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സോളും മറ്റൊരു ഷർട്ടൊക്കെ അവനും എടുത്തു കൊടുക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അമ്മയും മുത്തശ്ശിയും തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്ന സോളും പെട്ടെന്ന് തന്നെ അവനെ തന്റെ മുറിയിലൊക്കെ കയറ്റി കഥകടയ്ക്കുന്നു. പിന്നീട് അമ്മ അറിയാതെ തന്നെ അവന്റെ ചെരുപ്പും അവൾ അകത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നീ ഇവിടെ ഇരിക്കുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ കിടന്നുറങ്ങുന്നതായിരിക്കും, അപ്പോൾ നിനക്ക് ഇവിടെ നിന്നും പോകാമെന്ന് സഞ്ജയുടെ അടുത്ത് സോളും പറയുന്നു. സഞ്ജയും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ക്ലോക്കൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്കും സോളും അതൊക്കെ തട്ടിപ്പറിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് ക്ലോക്കൊക്കെ നിലത്ത് വീണ് പോകുമ്പോഴത്തേക്കും അവനും ഇതൊക്കെ കേടായെന്ന് തോന്നുന്നു, ഞാനിതൊക്കെ നന്നാക്കി തന്നേക്കാമെന്നൊക്കെ അവളുടെ അടുത്ത് പറയുന്നു. പക്ഷെ അവളും അതൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ അവളും അറിയാതെ അവന്റെ കയ്യിലൊക്കെ തൊടുകയാണ്. അവനും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ പോലും അറിയാതെ ആ ഒരു ക്ലോക്കൊക്കെ പോക്കറ്റിലും ഇടുന്നു. സഞ്ജയും അവിടെ ഉണ്ടായിരുന്ന അവളുടെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ഇത് കാണുവാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. സോളും അവളെ കുറിച്ച് ആയിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും യൂണിഫോമിനെ കുറിച്ചായിരുന്നു താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സഞ്ജയും പറയുന്നു. മാത്രമല്ല, നീ എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴാകട്ടെ, ഞാനും നിന്നെ സ്കൂളിൽ വെച്ച് കണ്ടിട്ടേ ഇല്ല എന്നൊക്കെയാണ് അവൾ പറയുന്നതും. പിന്നീട് അവൻ വീണ്ടും അതേ ഫോട്ടോയിലേക്കൊക്കെ നോക്കിയതിനു ശേഷം ശരിക്കും നിന്നെ കാണുവാനാണ് കൂടുതൽ ഭംഗിയുള്ളതെന്നൊക്കെ പറയുന്നുമുണ്ട്. അവളും അതിനെക്കുറിച്ചൊക്കെ ഉറക്കെ സംസാരിക്കുന്ന സമയത്താകട്ടെ അവനും അവളുടെ വായൊക്കെ പൊത്തിയതിനു ശേഷം, നീ ഉറക്കെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വീട്ടുകാരൻ നമ്മളെ കൈയോടെ പിടിക്കുന്നതായിരിക്കുമെന്നൊക്കെ അവരും പറയുകയാണ്. മാത്രമല്ല അമ്മയും അവൾ ഫോണിൽ സംസാരിക്കുന്നതായിരിക്കുമെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. എല്ലാവരും ഉറങ്ങിയെന്നൊക്കെ തോന്നുന്ന ഒരു സമയത്താകട്ടെ സോളും പതിയെ അവന്റെ കൈയൊക്കെ പിടിച്ച് അവനെ വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറക്കുകയാണ്. അവനും അങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു ഇതിനു മുമ്പ് ഒരിക്കൽ അവളുടെ വീട്ടിലൊക്കെ അവൻ വരികയും അവൻ അവളെ കിസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സീനുകളെല്ലാം തന്നെ അവന്റെ മനസ്സിലേക്കും വരുന്നത്. എന്നാലും ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്, ഞാൻ എന്തൊരു മനുഷ്യനാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സഞ്ജയും അവിടെ നിന്ന് പോകുന്ന സമയത്താകട്ടെ യങ്സുവും ഒരാളെ വണ്ടിയിലേക്ക് അവിടെ കൊണ്ടുവന്നാക്കുന്നു. യങ്സുവും സഞ്ജനെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.